നമസ്കാരം. എസ് പി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കണക്കുകൾ കൂടി നമ്മൾ പുറത്തുവിട്ടിരുന്നു. കേരളത്തിൽ അങ്ങ് BJPയും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ശക്തമായ അടിയുറച്ച ഡീലുണ്ടെന്ന് കെ മുരളീധരൻ പോലും സമ്മതിക്കുന്നു. അവരൊക്കെ രാത്രികാലങ്ങളിലാണത്രേ ഇങ്ങനെ ഡീലുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ് കെ മുരളീധരൻ അടക്കമുള്ളവരുടെ ഒരു സംസാര ഭാഷ്യം. എന്നാൽ അങ്ങനെയാണോ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയല്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഡീലിനെക്കുറിച്ച് ഏറ്റവും വാചാലനായിക്കൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിന് അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. KC വേണുഗോപാലിന് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? KC വേണുഗോപാൽ രാജ്യസഭ MP ആയിരുന്ന രാജസ്ഥാനിൽ പെട്ടെന്നൊരു ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി കേരളത്തിലേക്ക് വന്ന് മത്സരിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നൊരു തോന്നൽ KC വേണുഗോപാലിനുണ്ടാകുന്നു. KC എങ്ങനെ കേരളത്തിൽ വന്നു? ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു, ജയിക്കുന്നു. അതോടുകൂടി KC വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നു. അങ്ങനെ അവിടെ നിന്നൊരു BJP അംഗം നേരെ സഭയിലേക്ക് എത്തുന്നു, അദ്ദേഹം മന്ത്രിയാവുന്നു. അപ്പോൾ അവിടെ ഒരു BJPക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യസഭാ MPയെ സംഭാവന ചെയ്ത നേതാവിൻ്റെ പേര് KC വേണുഗോപാൽ എന്നാണ്, അല്ല പിണറായി വിജയൻ എന്നല്ല, അതല്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്റർ എന്നല്ല. അപ്പോൾ ആ നേതാവിൻ്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. ഇനിയും ഉണ്ട് കാര്യങ്ങൾ. എന്താണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ഇവിടെ എന്തിനായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നൊരു മുന്നണി രൂപീകരിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും മതത്തിനെതിരായി അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയതയ്ക്കെതിരായി, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ഒരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. എന്നാൽ അവിടെ അത് വിജയിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. അവിടെ ഫാസിസ്റ്റ് ശക്തികൾ അതിനേക്കാൾ ശക്തരായി മാറിയിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും BJP അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായി. എന്നാൽ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഹരിയാന തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അവിടെ എന്താ BJP വർഗീയ ഫാസിസ്റ്റ് അല്ലായിരുന്നോ? അവിടെയും BJP നേരിട്ടുകൊണ്ടിരുന്ന, അതായത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായിട്ടുള്ള വിവാദങ്ങൾ ഉൾപ്പെടെ ഉള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നത്? ഇതേ പ്രശ്നങ്ങൾ തന്നെയല്ലായിരുന്നോ? അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു? ഇവിടെ അതേപോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടി അവിടെ തകർന്നടിയുന്ന കാഴ്ചയല്ലേ കണ്ടത്? വിജയിക്കാനുള്ള എല്ലാ സാഹചര്യം, കർഷക സമരം ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും, ഗുസ്തി താരങ്ങളുടെ സമരം ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ വിജയം വരിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു പോയത്? അവിടെ അപ്പോൾ വേണ്ടിയിരുന്നത് അവിടെയും ഗ്രൂപ്പ് തർക്കവും അതോടൊപ്പം BJPക്ക് വിടുവേല ചെയ്തു കൊടുക്കുന്ന തരംതാണ പരിപാടിയുമല്ലായിരുന്നു ഹരിയാനയിൽ നടന്നത്. അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരായി പോലും മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഒരു സഖ്യകക്ഷിക്കെതിരായി അല്ലെങ്കിൽ ഘടകകക്ഷിക്കെതിരായി പോലും മത്സരിക്കുന്ന തൻ്റെ ഇടമല്ലേ അന്ന് കോൺഗ്രസ് കാണിച്ചത്? വൃത്തികെട്ട തൻ്റെ ഇടം. അപ്പോൾ ആരെയാണ് പിന്തുണച്ചിരുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാവരും BJP വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു. ഇവിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും എന്താ സംഭവിച്ചത്? ഇവിടെ രമേശ് ചെന്നിത്തല ആയിരുന്നില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട കക്ഷി. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കോർഡിനേറ്റർ അദ്ദേഹമായിരുന്നല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചു? ഏറ്റവും ഒടുവിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ മറ്റേത് സംഭവിച്ചു, മറിച്ചത് സംഭവിച്ചു, EVM തട്ടിമറി നടന്നു, അവിടെ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരുന്നു എന്ന് മാത്രമല്ലേ പ്രസ്താവന ഇറക്കിയത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതല്ലായിരുന്നല്ലോ സംഭവിച്ചത്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിൻബലത്തിൽ ഒരു ദിവസം ഒരു പെട്ടിയും കിടക്കയായിട്ട് വന്നു നിന്നുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വലിയ വായിൽ ഒരു വലിയ സ്ക്രീൻ പ്ലേ ഒക്കെ നടത്തിയായിരുന്നല്ലോ. ഒരു വലിയ സ്ക്രീനിൽ കൊണ്ടുവരുന്നു, ഓഡിയോ വിഷ്വൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ നടന്നതാണല്ലോ. അന്ന് ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് വരെ കൊടുത്തിരുന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെ പോയി? ഒരു പിടിയുമില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് കോൺഗ്രസ്സുകാർ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞില്ലേ? അപ്പോൾ അതല്ലേ ഡീൽ. ഇതിനു മുമ്പ് പട്ടാമ്പി മത്സരിച്ചതും ഒക്കെ നമ്മുടെ മനസ്സിലേക്കുണ്ട്. അന്നെല്ലാം ഈ പറയുന്ന ജനസംഘവുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയല്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു സംയുക്ത സ്ഥാനാർത്ഥി മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ UDFും LDFും അല്ലെങ്കിൽ BJPയും കോൺഗ്രസ് ഇവിടെ സംഘം ചേർന്നില്ലേ? അങ്ങനെയല്ലേ കേരളത്തിൽ കോലി സഖ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ബീഹാർ തെരഞ്ഞെടുപ്പ്, എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി കൃത്യമായി സഹകരിച്ചു കൊടുത്തു, കൃത്യമായി വളം വെച്ചു കൊടുത്തു BJPക്ക് വളരാൻ വേണ്ടിയിട്ട്. അതല്ലേ ഡീൽ അക്ഷരാർത്ഥത്തിൽ. ഇവിടെ
ഡൽഹി തെരഞ്ഞെടുപ്പ് വേളയിൽ എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഡൽഹി ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്? വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായിട്ടായിരുന്നു സമരമെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരായി ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്, പരാതിയുമായി മുന്നോട്ട് പോയത്? ചൗധരി അനിൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ DCC അധ്യക്ഷനല്ലേ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്? അതിനെ അജയമാക്കാനും സന്ദീപ് ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിന് അല്ലെങ്കിൽ BJPക്ക് പരാതി നൽകുകയല്ലായിരുന്നോ ചെയ്തത്? ഇവരൊക്കെ അജയമാക്കാനും അതുപോലെ ഈ പറയുന്ന സന്ദീപ് ദീക്ഷിത്തും ചൗധരി അനിൽകുമാറും എല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരു മാറ്റവുമില്ലല്ലോ, യാതൊരു സംശയവുമില്ലല്ലോ. അതുവരെ അരവിന്ദ് കെജ്രിവാൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഡൽഹിയെ ഈ രീതിയിൽ രേഖാ ഗുപ്തയുടെ എന്ന് പറയുന്ന BJPക്കാരുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്ത കോൺഗ്രസ് പാർട്ടിയല്ലേ? അപ്പോൾ ഈ 100 കോടി രൂപയുടെ തിരിമറി നടന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും എന്നാൽ പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിനകത്ത് യാതൊരു വസ്തുതയുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ ഇപ്പം നിലവിൽ ഇവിടെ പുറത്തുണ്ടെന്നേ. തീഹാർ ജയിലിലായിരുന്നു അദ്ദേഹം. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് തിരിയാൻ പോലും വയ്യാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബാത്റൂം ഒഴികെ എല്ലായിടത്തും CCTV വരെ വെച്ചുകൊണ്ട് നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഒരു കുറ്റക്കാരനാക്കി മാറ്റിയത് ആരായിരുന്നു? കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അതെന്തിൻ്റെ ഭാഗമായിരുന്നു? ആര് വളരാൻ വേണ്ടിയാണ് ചെയ്തത്? അങ്ങനെ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം പോലും BJPയുടെ കയ്യിലേക്ക് എത്താൻ കാരണം ആരായിരുന്നു? ഇതേ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ആയിരുന്നില്ലേ? ബീഹാറിലും ഒഡീഷയും തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 11 MLA-മാരാണ് മലക്കം മറിഞ്ഞത്. ഈ 11 MLA-മാർ മലക്കം മറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അർഹതയില്ലാത്ത 2 സീറ്റ് അധികമാണ്. ഓരോ സീറ്റ് വീതം അവർക്ക് 2 രാജ്യസഭയിലേക്ക് കിട്ടിയില്ലേ? ആരാ കാരണക്കാർ? കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് BJP വളരാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വരുത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് നാണമുണ്ടോ കോൺഗ്രസ്സുകാരെ ഇങ്ങനെ പറയാൻ? അതും വിശേഷിച്ച് രാജ്യസഭ MP ആയിരിക്കുന്ന KC വേണുഗോപാലിന് നാണമുണ്ടോ ഇത് പറയാൻ? KC കാരണം ഒരാളെ BJPക്ക് സംഭാവന കൊടുത്തിട്ടാണ് വന്നത്. എത്ര മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മറുകണ്ഠം ചാടിപ്പോയത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് പറയുകയാണ് ഇവിടെ ഡീലുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി രമേശ് പിഷാരടിയെ എറിഞ്ഞു കൊടുത്തതല്ലേ ഇരയായിട്ട്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അങ്ങനെ എത്ര സ്ഥാനാർത്ഥി നിർണയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ? എന്നിട്ടും പറയുകയാണ് സംസ്ഥാനത്ത് BJPയും CPMും തമ്മിൽ ഡീലുണ്ടെന്ന്. ഇതൊരു തന്ത്രമാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. കനകോല് ഉയർത്തിവിട്ട കാരണം എന്താണ്? ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം വെറും ചീട്ടുകൊട്ടാരം പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെ അപ്രത്യക്ഷമായി പോയി. ഒരാരോപണം പോലും സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്നത് നിയമപരമായി നേരിടാനോ അന്വേഷിപ്പിക്കാനോ കഴിയാതെ പോയ പ്രതിപക്ഷത്തിന് ദീനരോധനമാണ്. ജനങ്ങൾക്കിടയിൽ കള്ളത്തരം ഇനി അധികകാലം വേവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പുതിയ നമ്പരുമായി ഇറങ്ങിയിരിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. പുതിയ നമ്പറിട്ടതാണ്. അല്ലാതെ ഇവിടെ എവിടെയാണ് ഡീല് പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഡീല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും കണക്കുകൾ വെച്ചിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ടോ? കണക്കുകൾ പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾക്ക് കിട്ടേണ്ട ഇത്ര വോട്ട് അല്ലെങ്കിൽ CPMന് കിട്ടേണ്ട ഇത്ര വോട്ട്, ആ വോട്ട് ഇത്രയും ഇങ്ങോട്ടേക്ക് മറിഞ്ഞുപോയി എന്ന് പറയുന്ന രീതിയിൽ കണക്കുകൾ പറഞ്ഞുകൊണ്ട് തെളിവടക്കം പുറത്തേക്ക് വിടാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറുണ്ടോ? അതേസമയം BJPയും കോൺഗ്രസും തമ്മിൽ ഡീല് നടത്തിയതിൻ്റെ യഥാർത്ഥ ചിത്രം ഒറ്റയൊരാൾ വിചാരിച്ചാൽ പുറത്തുവിടാൻ കഴിയും. ആ ആളുടെ പേര് K. മുരളീധരൻ എന്നാണ്, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി. ആ K. മുരളീധരൻ അനുഭവിച്ച പോലെ ഒരു തേപ്പ് എന്ന് തന്നെ നാടൻ ഭാഷയിൽ പറയേണ്ടി വരും. ഒരു തേപ്പ് വേറെ ഒരു നേതാവും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? എന്ത് മറിമായമാണ് തൃശ്ശൂർ നിങ്ങൾ കാട്ടിക്കൂട്ടിയത്? എന്നിട്ടും പറയുകയാണ് തൃശ്ശൂർ പോലും അലങ്കോലമാക്കാൻ സഹായിച്ചുകൊണ്ട് പിണറായി വിജയൻ സുരേഷ് ഗോപിക്ക് അവിടെ വളരാൻ സാധ്യത കൊടുത്തു എന്ന്. എന്ത് മഠേത്തരമാണ് പറയുന്നത്? ഇത് ആര് വിശ്വസിക്കാനാണ്? ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായ കണക്കുകളുണ്ട്. അവിടെ VS സുനിൽകുമാറിൻ്റെ വോട്ട് വിഹിതം വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞിട്ടില്ല. അവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് 80,000-ലധികം വോട്ടിൻ്റെ കുറവ് K. മുരളീധരന് വീണു. അതിൻ്റെ അർത്ഥം എന്താ? TN പ്രതാപനെക്കാട്ടി വലിയ നേതാവാണോ ഈ പറയുന്ന? അല്ലേ, ചെറിയ നേതാവാണോ K. മുരളീധരൻ? അത്രയ്ക്ക് മോശപ്പെട്ട ഒരു നേതാവായിരുന്നോ? അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നോ K. മുരളീധരൻ? അല്ല, അതും അറിയാം. അപ്പോൾ ദേശീയ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ സമീപകാല രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് 2024 ശേഷം രാജ്യത്തുടനീളമുണ്ടായ ഒരു ചലനം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും എല്ലായിടത്തും BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വളരാൻ വേണ്ട എല്ലാ വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നതും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല.
BJP-യിലേക്ക് പോയി അതിൻ്റെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇവിടെ കേരളത്തിൽ തന്നെ 5 പേരാണ് മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥികളായി. NDAയുടെ സ്ഥാനാർത്ഥികളായിട്ട് 5 പേര്, അവരെല്ലാവരും മുൻ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. ഇതിന് നിരവധി പേരുടെ പേരുകൾ പറയാനുണ്ട്. അര ഡസനല്ല, 1 ഡസനല്ല, അതിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ഇപ്പോൾ BJP-യിലേക്ക് പോയ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ഡീലിൻ്റെ സത്യാവസ്ഥ. ഇതൊരു കള്ളപ്രചരണമാണ്, ഇതൊരു നുണപ്രചരണമാണ്, അസംബന്ധമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.